കുറഞ്ഞ വിലയ്ക്ക് വലിയ ബാറ്ററി പാക്കും കൂടുതൽ റേഞ്ചുമായിട്ട് ടാറ്റ അവരുടെ നെക്സോൺ ഇവിയെ റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മുടെ ഇ വി മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം MG അവരുടെ വിൻസർ ഇവി ഇറക്കിയതിന് ശേഷമാണ്. അപ്പോൾ വിൻസർ ഇവി ആദ്യമേ തന്നെ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ളൊരു രീതിയിലാണ് അവർ ആദ്യമായിട്ട് വിൻസർ ഇവി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 13.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ അവർ ആ ഒരു EV ഇറക്കി. അത് കണ്ടിട്ട് ടാറ്റയും വിറച്ചിരിക്കുകയാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മുടെ EV വേൾഡിൽ നല്ല രീതിയിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നെക്സോൺ EV അവരുടെ വണ്ടിയുടെ പ്രൈസ് കുറച്ചു. അത് മാത്രമല്ല, അവരുടെ ബാറ്ററി പാക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നേരത്തെ നെക്സോൺ EV അവർ ഇറക്കിക്കൊണ്ടിരുന്നത് 40 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് ആയിരുന്നു. അപ്പൊ വിൻസർ EV വന്നപ്പോഴത്തേക്ക് അവര് ബാറ്ററി പാക്ക് 45 കിലോവാട്ട് 5 കിലോവാട്ടും കൂടെ അഡീഷൻ ചെയ്തു. അത് മാത്രമല്ല, നെക്സോൺ EVയുടെ പ്രൈസ് അവർ കട്ട് ഡൗൺ ചെയ്ത് 13.99 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ നെക്സോൺ EV അവൈലബിൾ ആണ്. അപ്പൊ നേരത്തെ ഉണ്ടായതിനേക്കാളും ബാറ്ററി കപ്പാസിറ്റി കൂട്ടി, അതുപോലെ തന്നെ പ്രൈസും കുറച്ചിരിക്കുന്നു. ഈ ഒരു പ്രൈസ് റിഡക്ഷന്റെ അതുപോലെ തന്നെ ബാറ്ററിയിൽ ഉണ്ടായ ഈ ഒരു മാറ്റത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വിൻസർ EV ഇറങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ടാറ്റ ഇനിയും വില കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. കാര്യം നേരത്തെ ഈ ഒരു നെക്സോൺ EVയെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വണ്ടി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ടാറ്റ നല്ല രീതിയിൽ പ്രൈസ് കൂട്ടി വെച്ചതെന്ന് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. കാര്യം ഒറ്റയടിക്ക് ഈ പറയുന്ന 3 ലക്ഷം രൂപയോളം കുറയ്ക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട് ബാറ്ററിയുടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, കമ്പോണൻസിന്റെ ഒക്കെ വില കുറഞ്ഞുകൊണ്ടായിരിക്കും. എന്നാലും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലല്ലോ കുറയുന്നത്. കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ പറയുന്ന സാധനങ്ങളുടെ വില കുറഞ്ഞു. പക്ഷെ ടാറ്റ വണ്ടിയിൽ വിലയൊന്നും കുറച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വിൻസർ EV വന്നപ്പോഴത്തേക്ക് ശരിക്കും ടാറ്റ വിറച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പ്രൈസ് റിഡക്ഷൻ കൊടുത്തേക്കുവാണ്. അപ്പൊ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിൻസർ EV ഈ പറയുന്ന 13.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുവിധം റേഞ്ച് ഉണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ അവരുടെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയായി വന്നപ്പോഴത്തേക്ക് ഒരുവിധം കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകാനൊരു സാധ്യതയുണ്ട് എന്നുള്ള രീതിക്ക് ടാറ്റയ്ക്ക് തോന്നിയതുകൊണ്ടാവാം ഈ ഒരു പ്രൈസ് അവര് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ പറയുന്ന 45 കിലോ വാട്ടിന്റെ പുതിയ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ പ്രിസ്മാറ്റിക് സെല്ലാണ്. അതായത് നമ്മുടെ കർവിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പുള്ള പ്രിസ്മാറ്റിക് സെല്ലാണ് ഇപ്പോഴത്തെ 45 കിലോ വാട്ടിന്റെ പുതിയ നെക്സോൺ EVയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്ന കണക്ക് പനോരമിക് സൺറൂഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ആൾക്കാരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ടാറ്റ ഒരുപാട് ഫീച്ചേഴ്സ് ഇറക്കി വില കുറച്ച് ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ക്രിയേറ്റീവ് 45 എന്ന് പറയുന്ന വണ്ടിക്കാണ് 13.99 ലക്ഷം വരുന്നത്. ഫിയർലെസ്സിന് വരുമ്പോഴത്തേക്ക് 14.99, എംപവേർഡിന് 15.99, എംപവേർഡ് പ്ലസിന് 16.99. ഇത് കൂടാതെ അവരുടെ നെക്സോൺ EV ഡാർക്ക് എഡിഷനും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തായാലും അവരുടെ കസ്റ്റമേഴ്സ് പുറത്തു പോകരുത്, ഈ പറയുന്ന വിൻസർ EVയിലേക്ക് പോകരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ടാറ്റ ഈ ഒരു ശ്രമങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. പക്ഷേ വിൻസർ EV വന്നപ്പോഴത്തേക്ക്, അത് പ്രത്യേകിച്ച് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞ ആ ഒരു സ്കീം കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായി. അതായത് വിൻസർ EV 30 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് ആണ്. അപ്പൊ അവര് ഏകദേശം 10 ലക്ഷം രൂപയാണ് ബാറ്ററി ഇല്ലാതെ ആ വണ്ടിയുടെ വില പറഞ്ഞത്. വിത്ത് ബാറ്ററി അവർ ഏകദേശം 13.5 ലക്ഷം രൂപയാണ് പ്രൈസ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഈ പറയുന്ന 3 ലക്ഷം രൂപയോളമാണ് ബാറ്ററിക്ക് ചാർജ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ അവർ ഈ പറയുന്ന MG കോമറ്റിന്റെ അതുപോലെ തന്നെ ZS EVയുടെ ഒക്കെ ഈ പറയുന്ന ബാറ്ററി ഇല്ലാത്തുള്ള പ്രൈസും വിത്ത് ബാറ്ററി ഉള്ള പ്രൈസ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എല്ലാവരും കമ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കമ്പാരിസൺ എല്ലാവർക്കും ഏകദേശം ബാറ്ററിയുടെ പ്രൈസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ MG കോമറ്റില് 17 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് ആണ്. അതിന് ഏകദേശം 2 ലക്ഷം രൂപയോളമാണ് അവര് ചാർജ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന 50 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് വരുന്ന MG ZS EVയില് അവർ ആ ഒരു ബാറ്ററിക്ക് ചാർജ് ചെയ്യുന്ന 5 ലക്ഷം രൂപയോളമാണ്. അപ്പൊ ഏകദേശം ഒരു 10 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കിന് 1 ലക്ഷം രൂപ എന്നൊരു സെൻസിലാണ് ഇപ്പം വിലയൊക്കെ ഔട്ട് ആയിരിക്കുന്നത്. അപ്പൊ ഇത് ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ അല്ല, ഗ്രൂപ്പിൽ വന്ന ഈ ഒരു ഇൻഫർമേഷന്റെ ബേസിൽ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോ എന്നിട്ടും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പഴയ നെക്സോൺ EVക്കൊക്കെ 30 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കിന് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്കൊക്കെ
ഫുൾ ബാറ്ററി ബാക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ടും നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയുടെ ബാറ്ററി ബാക്ക് ചേഞ്ച് ചെയ്യാൻ ടാറ്റയോട് റേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് 6 ലക്ഷം 7 ലക്ഷം ഒക്കെയാണ് ടാറ്റ റേറ്റ് പറഞ്ഞത്. അപ്പൊ ഒരു കോമ്പറ്റീറ്റർ ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ടാറ്റ വണ്ടിക്ക് വില കുറച്ചത് ഒരു ഹോട്ട് ന്യൂസ് തന്നെയാണ്. അപ്പൊ ഇനി ഇതുപോലുള്ള കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഇവിയുടെ വില കുറയാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഏറ്റവും കോമഡി അതല്ല, ഓണം ഓഫർ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓണം കഴിഞ്ഞപ്പോഴാണ് നല്ല രീതിയിലുള്ള ഓഫർ വന്നത്. അപ്പൊ ഓണം ഓഫർ എടുത്ത ഒരുപാട് ആൾക്കാർക്കും പണി കിട്ടിയിട്ടിരിക്കുകയാണ്. കാര്യം അവർ ഓണത്തിനെടുത്ത വണ്ടിയേക്കാൾ വലിയ ബാറ്ററി ബാക്ക് ഉള്ള വണ്ടി അതിനേക്കാൾ വില കുറഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു കോമ്പറ്റീഷനൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം വണ്ടി എടുക്കുക. കാര്യം മിക്കവാറും വണ്ടിയുടെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വണ്ടികൾ വരട്ടെ. കൂടുതൽ വണ്ടികൾ വരുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ കൂടുമ്പോഴത്തേക്ക് ഇവിയുടെ വില കുറയും, കുറച്ചുകൂടെ അഫോർഡബിൾ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു EV യുഗം തന്നെ വരും എന്ന് നമുക്ക് പറയാം. അപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ വിൻസർ EVയെ പറ്റിയും ടാറ്റ ഈ വില കുറച്ചതിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യുക. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.